വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3-4 ദിവസത്തെ ലീവൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾക്ക് ഇവിടെ സ്കൂളില്ല, ഉഗാദി പെരുന്നാളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. പിന്നെ എന്ത് വിചാരിച്ചു നമ്മൾ, ശരി എന്നാൽ പിന്നെ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞത് റെഡി ആയിട്ട് വേഗം സെട്ടും പാണ്ടുമായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതെ ഗൈസ്, ഒരു 1 day സ്റ്റേന് വേണ്ടി നമ്മൾ പോവാണ്. അപ്പോൾ ഏതാ ഹോട്ടലിൽ നിന്നും ബാക്കി വിശേഷങ്ങളൊക്കെ പോകുന്ന വഴിക്ക്. ഓക്കെ, പോവാം. സാരിയും ബ്ലൗസും പുതിയതാണ് കേട്ടോ എൻ്റെ. എങ്ങനെയുണ്ട് ഗൈസ്? വെയിലുണ്ട്. ഹേ മിന്നോ, Look at my hair guys. ഹോ, കേളിയുടെ ആളാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്കും ചെയ്തു തരാറുണ്ട് ഇതുപോലെ. ചില ദിവസങ്ങളിൽ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഗൈസ്. ഫ്രണ്ടിൽ നോക്കട്ടെ, ഈ സൈഡ് എവിടെ മതി. പാട്ടുകാരി പാട്ട് തുടങ്ങിക്കോളൂ. ഇനിയിപ്പോൾ ഇവിടുന്ന് എത്ര സമയം വേണം കേട്ടോ? 1 മണിക്കൂർ. നമ്മൾ ഗിണ്ടിയിലേക്കാണ് കേട്ടോ പോകുന്നത്. ജസ്റ്റ് ഒരു എത്ര സമയം, ഒരു 1 hour വേണ്ട വരും. അങ്ങനെ ഇടയ്ക്ക് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ടൊന്ന് കയറിയതാണ് കേട്ടോ. ചിക്കൻ ബിരിയാണി ഒരു മട്ടൻ ബിരിയാണി ഒരു ഓംലെറ്റ്. മട്ടൻ ബിരിയാണി 10 നിമിഷം. ആരും കാണില്ല. ഹേ ഗേൾസ്, ആദ്യത്തെ ഹെയർ നല്ല ഭംഗിയുണ്ടല്ലോ. ഞാനാ ചെയ്ത് വെച്ചിട്ടോ. ഇന്ന് നല്ല തിരക്കുണ്ടല്ലേ. ഇന്ന് എന്തോ സ്പെഷ്യൽ ഡേ ആണോ? ഇന്ന് കുറേ പൂജ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് എന്തോ ഒരു സ്പെഷ്യൽ പൂജയുടെ എന്തോ ഉണ്ടോ? നമ്മൾ അപ്പാർട്ട്മെന്റിൽ കുറേ പേര് സാരിയെ കൊടുത്ത് പോകുന്നുണ്ടായിരുന്നല്ലോ. എന്താണ് സ്പെഷ്യൽ? ഉഗാദി കഴിഞ്ഞു, അതിൻ്റെ ആണോന്ന് അറിയില്ല അല്ലേ. എന്താണ് അറിയില്ല, ഉഗാദിയുടെ ആണോന്ന് അറിയില്ല. എന്തോ ഒരു സ്പെഷ്യൽ ഡേ ആണെന്ന് തോന്നുന്നുണ്ട്. മട്ടൺ ബിരിയാണി, അച്ഛന് ചോറും മുട്ടേ. ഹായ് മിന്നു മിന്നു ഹായ്. യാ ഗൈസ്, നമ്മൾ പോണത് വൺ ഓഫ് ദ റിച്ചസ്റ്റ് ഹോട്ടൽ ഇൻ ചെന്നൈ ആണ് ഗൈസ്. യാ, നമ്മുടെ മോദിജി ഒക്കെ അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. കുഴപ്പമില്ല ഗൈസ്, ലെറ്റ് ദ പ്രോ ഡു ഇറ്റ്. എനിക്ക് വേണ്ട. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ഹോട്ടൽ, ഡേ ITC ഹോട്ടൽ. കാണുന്നുണ്ടോ? അയ്യോ, ഒരു ഗ്ലെയർ അടിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ സംഭവം. അത്യാവശ്യം എല്ലാവർക്കും അറിയായിരിക്കും. അല്ലേ മിസ്റ്റർ? പറയൂ, ഹോട്ടലിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ITC ഗ്രാൻഡ് ചോല, അത് ചെന്നൈയിൽ തന്നെ ഒരു ലക്ഷറി ഹോട്ടലാണ്. അതെ, ഒരുപാട് VIP സെലിബ്രിറ്റീസ് എല്ലാം വരുന്ന ഹോട്ടലാണ് കേട്ടോ. അത് 7 star ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ. 7 സ്റ്റാറിന് ഇവിടെ ഹെലിപാഡ് ഇല്ല. ഹെലിപാഡ് ഉണ്ടെങ്കിൽ 7 സ്റ്റാർ ഉണ്ടാവും. ഹെലിപാഡ് ഇല്ല ഇവിടെ. അപ്പൊ എത്രയാണത്? 5 സ്റ്റാർ. 5 star. ഓക്കെ. റിസർവേഷൻ ഈ വഴിയാണോ പോണ്ടത്? അപ്പുറത്ത് വേറെ ഏരിയ ഉണ്ടോ അറിയില്ല. ഇത് നമ്മൾ ഒരു സൈഡിലൂടെ ഫ്രണ്ടിലോട്ട് പോകണം കേട്ടോ. എന്താണ് ഇവിടെ? എന്താണ് കിള്ളി പോർച്ച്? കിള്ളി പോർച്ച് എന്തോട്ടെ? കിള്ളി പോർച്ച് എന്ന് പറയുമ്പോൾ എനിക്ക് കിളിപോളിന് ഓർമ്മ വരും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം താരം കിളിപോൾ അല്ലേ? അതി എവിടെയാണ് കാർ പാർക്ക് ചെയ്യേണ്ടത്? റൂംസ്
എൻട്രൻസിലോട്ട് നല്ല ദൂരം ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ മെയിൻ ഗേറ്റിൽ നിന്ന് ഇത്രയും ദൂരത്തേക്കാണ് വന്നിരിക്കുന്നത് ഗൈസ്. ഇവിടെ എല്ലാം കിള്ളി പോർച്ചാണ്, കിള്ളി പോർച്ച്. അങ്ങനെ നമ്മൾ എൻട്രൻസ് എത്തിട്ടോ. റിസർവേഷൻ ചെക്കിൻ റിസർവേഷൻ നെക്സ്റ്റ് റൈറ്റ്. അയ്യോ, അപ്പൊ ഇനിയും പോകേണ്ട വരുമായിരിക്കും. ഇനി ഒരു റൗണ്ട് അടിക്കേണ്ടി വരൂ സുരേട്ടാ. ഇത് അത്ര വലിയ ഹോട്ടലാണ്. അതെ, അതൊരു എൻട്രൻസ്. മെയിൻ എൻട്രൻസ്, മെയിൻ ലോബി. നമ്മുടെ മോദിജിയൊക്കെ വന്ന് സ്റ്റേ ചെയ്യുന്നതാണ് കേട്ടോ ഇവിടെ. അപ്പൊ നമ്മൾ ചെന്നൈയിൽ ഇത്രയും വർഷം ആയിട്ടും ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇവിടെ വരുന്നത് തന്നെ. പിന്നെ ഇവിടെ എങ്ങനെ എല്ലാ പ്രാവശ്യം വരാൻ പറ്റുമോ? അതെ അല്ലേ, താങ്ങില്ല. വൺ ഡേയിലേക്ക് വന്നെ അത്രയും. 22,000 രൂപ. അതെ, 22K ആണ് കേട്ടോ. അങ്ങനെയാ. അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു, ഏതെങ്കിലും സെലിബ്രിറ്റീസിനെ കാണാൻ പറ്റുമായിരിക്കും അല്ലേ കേട്ടോ. കാരണം സെലിബ്രിറ്റീസ് എല്ലാം കൂടുതൽ ഇവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്യാറുള്ളത്. അപ്പൊ ആരെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ആരെങ്കിലും ഉണ്ടോ നമുക്ക് അറിയാലോ, നോക്കാം. സമയമുണ്ടല്ലോ, നാളെ വരെ ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. സംസാരിച്ച് കഴിയുമ്പോഴേ ഒരാൾ വാ വിളിച്ച് അവിടെ ഓർക്കണോ. ആദ്യം കുറച്ച് പൊട്ടത്തരമൊക്കെ ഉള്ള കൂട്ടത്തിലാണ് കേട്ടോ. പിന്നെ കുറച്ച് സൈലന്റ് ക്യൂട്ടിയാണ്. ആദ്യം കുറച്ച് ഫ്രോഡ് ക്യൂട്ടിയാണ് അല്ലേ സുരേട്ടാ? ആ 2 ക്യൂട്ടീസ് ഉണ്ട് നിങ്ങൾക്ക്. ഞാനും. ആരാ നിങ്ങളുടെ ബെസ്റ്റ് ക്യൂട്ടി? ഉള്ളി മറിക്കണം കള്ളേ. സോപ്പിങ് ഹായ്, മാള് പോയിട്ടുണ്ടല്ലേ? അതെ, നല്ല ഒരു പാലസ് വഴിയില്ലേ മൊത്തത്തിൽ. ഒരു പാലസ് സ്റ്റൈലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്കിവിടെ ഫോട്ടോ എടുക്കാൻ കുറേ സംഭവങ്ങളുണ്ട്. പാടുന്നു നമ്മൾ. നമുക്ക് ഇവിടെ കുറേ ഫോട്ടോസിനായിട്ട് ഒരു സംഭവം കം. അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ. ഓ മൈ ഗോഡ്, ശരിക്കും കൊട്ടാരം തന്നെയാണ് അല്ലേ? മൈക്ക് എടുത്തായിരുന്നോ? മൈക്ക് എടുത്തില്ലേ? എപ്പോൾ ബ്ലോഗ് ചെയ്യണ സമയത്ത് മൈക്ക് എടുക്കാൻ മറന്നു പോകണം കേട്ടോ. പുറത്ത് വരുമ്പോൾ ഞാനിങ്ങനെ നിലവിളിച്ച് സംസാരിക്കേണ്ട അവസ്ഥയാണ്. ഒരു മൈക്ക് മേടിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു ഗുണമില്ല. എൻ്റെ സൗണ്ട് കേട്ട് എല്ലാവരും നോക്കുക തന്നെ. ഇവിടുത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കണ്ട ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു എന്താണ് കർണാട്ടിക് സംഗീതം പോലെ. പക്ഷെ ഒറിജിനൽ അല്ല. ആര് പറഞ്ഞു ഒറിജിനലാണ്? ഒറിജിനൽ ഇതാ വെള്ളം കാണുന്നില്ലേ? ഇതേ വെള്ളം നോക്ക്. ആദ്യം വരെ ഒറിജിനലാണ്. വെള്ളമാണ്. ഇവിടെ വന്നിട്ട് ഗൈസ് ഭയങ്കര സൗണ്ട് ഇട്ട് സംസാരിക്കേണ്ട അവസ്ഥയാണ്. മൈക്കില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഹായ് ഗായ്സ്. ഫോറിനേഴ്സ്, കുറേ ഫോറിനേഴ്സ് ഉണ്ട് കേട്ടോ. ഫുള്ള് കൂടുതൽ ഇപ്പം നമ്മൾ വന്നതിന് ശേഷം കുറേ പേര് ഒക്കെ ഫോറിനേഴ്സാണ് കൂടുതൽ. നല്ല ഭംഗി എല്ലാവരും കാണിക്കും.
സമയം വേണ്ടി വരും. ഇന്ത്യൻ കോച്ച്, ഇന്ത്യൻ കോച്ച്. നമ്മൾക്ക് ഏത് വേണം ചൂസ് ചെയ്യാവോ? ശരി, ആ സൈഡ് പോയി നോക്കാം. വരും How's this? Can I taste this? Roasted caramel bites. കുട്ടി ഏത് ഫ്ലേവറാണ്? 4 ഉണ്ടാവില്ല. അപ്പം നമ്മൾക്ക് 4 പേരൊക്കെ ഉണ്ട് ഗൈസ്. എനിക്ക് വന്നിട്ട് ഇത് മതി. റോളി പോളി ചോക്ലേറ്റ് കുക്കീസ്. ഏതാണ്? ഇടുക്കി വാനില. ഏട്ടാ ഇടുക്കി വാനില എടുക്കൂരേട്ടാ. 1 ഇടുക്കി വാനില. പിന്നെ ഏതാണ്? The sugar free Idiki vanilla or the regular one? ഏതാണ്? Is it sugar? Yeah, it's a sugar free. ഷുഗർ ഫ്രീ. ഇത് ഷുഗർ ഫ്രീ, അത് നോർമൽ. ഓക്കെ, ഷുഗർ ഫ്രീ. പിന്നെ ഏതാണ്? നമ്മൾക്ക് ഒരു ബ്ലൂബെറി യോഗേർട്ട് എടുത്താലോ? One spoon. ചൂസ് ചെയ്തോ? ചോക്ലേറ്റ് ഒന്നും പറയാലോ. പിന്നെ ചീസ് കേക്ക്. ചീസ് കേക്ക് ഏതാടി? അയ്യോ കാണുന്നില്ല. അതിടെ ഒന്നുമില്ല. എൻ്റെ ആണോ? ഓ ഇടുക്കിയിലെ സാധാരണ വാനില ഗൈസ്. നമ്മൾ ട്രിപ്പൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് കേട്ടോ, പോവാറുണ്ട്. എന്താ പറയുക, ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുക, അങ്ങനെയാണ് കേട്ടോ. എനിക്ക് അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ തന്നെ കണ്ടെത്തി മുന്നോട്ട് പോവുക. എല്ലാ കാര്യങ്ങളൊക്കെ നാളത്തേക്ക് പിന്നത്തേക്ക് പതുക്കെ ചെയ്യാം എന്ന് വെച്ചാൽ കാര്യം നടക്കില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ആ ഒരു സമയത്ത് ചെയ്തിരിക്കണം എന്നാണ്. എനിക്ക് അങ്ങനെയാണ്. ഏട്ടനും പൊതുവേ അങ്ങനെ തന്നെയാണ്. തിരക്കില്ലാത്ത മനുഷ്യരില്ലല്ലോ, എല്ലാവർക്കും തിരക്കാണ്. എന്നാലും നമ്മൾക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തണം എന്നുള്ളതാണ് കേട്ടോ. അവർ അവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, ബാങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ റൂമിലേക്ക് പോവുകയാണ് ഗൈസ്. ഗൈസ് ഇവിടെയൊക്കെ നല്ലൊരു എന്താ പറയുക, ഒരു എസ്തറ്റിക് വൈബ്, എസ്തറ്റിക് ഭയങ്കര കാമായിട്ടുണ്ട്. ഗൈസ് അങ്ങനെ നമ്മുടെ റൂമിലേക്ക് പോകണ്ടേ. സാരി ഐസ്ക്രീം ഇത് എല്ലാം കൂടെ പിടിച്ചിട്ട് നടത്തുള്ളൂ. നമ്മുടെ എസ്തറ്റിക് റൂമിലേക്ക് ഞാൻ പോട്ടെ ആദ്യം. അയ്യോ റൂം എത്തി ഗൈസ്. ഷീഷ് ഗൈസ് ഷീഷ്. ഓ ജീസസ് ക്രൈസ്റ്റ്. എങ്ങനെയുണ്ട് റൂം ഗൈസ്? ഇവിടുത്തെ ബാത്റൂം. ഹായ് മിന്നു. ഗൈസ് മിന്നു കണ്ട? Oh my god. Slipper is dirty. Hey guys. The mirror is the best. Ooh, guys. തലവേദനയ്ക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കിടക്ക് ഉച്ച സമയത്ത് എപ്പോഴും നമ്മൾക്കൊരു ഉച്ച ഉറക്കത്തിൻ്റെ ആളാണ് കേട്ടോ ഞാൻ. അപ്പോൾ ബെഡ് കണ്ടത് എനിക്ക് ഉറക്കം വരുന്നത്. ഇതേ ഈ മിന്നു ബാഗ് അഴിച്ചു വെച്ചിട്ടില്ല. കുട്ടി ബാഗ് അഴിച്ചു വെക്കേ. Sorry. ഇതാ ബാഗ് ടപ്പൊക്കെ ഉണ്ടടി. ഞാൻ ഇതിലാ കുളിക്കുന്നെന്ന്. അവിടെ കണ്ടില്ല, അത് തുറന്നു വെക്കും. Open. ആദ്യം ഈ ഡ്രസ് Sewed up, guys. No, guys. ആദ്യം കാണിക്കുന്നു നോക്ക്. ആദ്യം കാണാത്തവര് കാണിക്കുന്നത്. No, guys. No. You hate. വെച്ച് റെസ്റ്റോറന്റ് ഇതൊരു റെസ്റ്റോറന്റ് ആണ്. നമ്മള് റൂമിൽ വന്ന് കുറച്ച് നേരം കിടന്നു കേട്ടോ. പിന്നെ മുടിയൊക്കെ ഒന്ന് ബണ്ണിട്ടു. എന്നിട്ട് നമ്മളത് ഇവിടെ റെസ്റ്റോറൻ്റ് ആണ്. ഇതിപ്പോൾ ഫസ്റ്റ് ഫ്ലോർ ആണ് കേട്ടോ. ഫസ്റ്റ് ഫ്ലോർ വന്നാൽ ലോബി ആ ലോബി എവിടെയാണ്? ഇവിടെ നോക്കിട്ടോ റോയൽ ബീഗ നോക്കിട്ടോ. റോയൽ
ഇതൊക്കെ ടീ കുടിച്ചാൽ സെറ്റാവും തോന്നുന്നില്ല. ഒരു ടീക്കൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കാം. ഫ്ലവേഴ്സൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പെറ്റൽസൊക്കെ ഇട്ടിട്ട്, റോസ് പെറ്റൽസും മുല്ലപ്പൂവൊക്കെ ഇട്ടിട്ടില്ലേ. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഗൈസ്. എന്താ ഗൈസ്, ഇത് കൊട്ടാരം പോയിട്ട് ഗൈസ്. ഓരോ സെക്ഷനിലാണ് ഇരിക്കില്ലേ. ഇതിൻ്റെ ഉള്ളിൽ 4 റെസ്റ്റോറൻറ്റിലും വെച്ചാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ അത് ഫസ്റ്റത്തെയാണ് നോക്കാൻ പോകുന്നത്. നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. ഇനിയിപ്പോൾ ഡിന്നർ എന്ത് ചെയ്യുന്ന അറിയില്ല. ഡിന്നർ നമ്മൾ ഇന്ന് ഭയങ്കര പുറത്ത് വന്നില്ല. ഞാൻ വീണ്ടും മൈക്കില്ല. ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് കേട്ടോ പറയേണ്ടത് അല്ലേ സുരേട്ടാ? സുരേട്ടാ, ഇത് അടുത്ത റെസ്റ്റോറൻറ്റ് കേട്ടോ. നമ്മൾ ഇപ്പോൾ പോയത് ഇതായിരുന്നു. സുരേട്ടാ, ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരുന്നില്ലേ? അതെ, അടിപൊളിയായിരുന്നു. നമ്മളിപ്പോൾ വേറെ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വൈബായിരുന്നു കേട്ടോ അവിടെ. എടുത്തു പറയാനുള്ളത് ആ മ്യൂസിക് തന്നെയാണ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അയ്യോ, എന്താ പറയുക, ഭയങ്കര കാം, പീസ്ഫുൾ, എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു സംഭവം. അപ്പോൾ പറഞ്ഞു വന്നത്, ഇടയ്ക്ക് ഇതുപോലുള്ള ലക്ഷറി ആവാം അല്ലേ. ഇത് നോക്കൂ, ഇത് നോക്കൂ. ഇവിടെ നല്ല ഫോട്ടോസ് കിട്ടുമല്ലോ, സൺകിസ് ഫോട്ടോസ്. അവിടെ സണ്ണ് എവിടെ? मैंने तो तेरे नाल नचना. എന്താ ഗൈസ് പരിപാടി? ഇവിടെയാണ് നമ്മുടെ ഫുഡ്. അപ്പൊ നമ്മൾ നേരത്തെ പോയ എവിടെയൊന്നും ക്ലോസ്ഡ് ആയിരുന്നു. അപ്പൊ ഇവിടെ ആയിരിക്കും തോന്നുന്നില്ല ഇവരായിട്ടാ ഫുഡ് വരിക. അതെ, ലൈറ്റ്സ് അങ്ങനെയുണ്ട്, ലൈറ്റ്സ് aesthetic. मैंने तो तेरे नाल नचना, मैंने तो तेरे नाल नचना. ഗൈസ്, നമുക്ക് ബാറിൽ പോവാ. ഓ, दिल तो या नच के ना नचना, मैंने तो तेरे नाल नचना. അയ്യോ, അവർ മലയാളി സംസാരിച്ചിട്ടുണ്ട് മലയാളത്തിൽ. അവിടെ നാട്ടിൽ ഗൈസ്, നമ്മളിപ്പോൾ ചായ കുടിക്കാൻ വന്നാണ് കാഫേ. അതെ, നമുക്ക് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന വരും. 4 മണിക്ക് ചായ കിട്ടണം. 4 കഴിയും. നല്ല കോഫി സ്മെല്ല് വരുന്നുണ്ടല്ലേ. नाल नचना. നിറയെ ഫോറിനേഴ്സാണ് കേട്ടോ ഏറ്റവും കൂടുതലുള്ള. ഇതേ നമ്മുടെ ചായ വന്നിട്ടോ. നല്ല ചൂടുണ്ട് തോന്നുന്നു ചായ. ചായ ഇപ്പോൾ ഏകദേശം ഒരു 500 രൂപ ആയിക്കാണ് കേട്ടോ ഒരു ചായക്ക്. അല്ലേ സുരേട്ടാ? ഷുഗർ കുറച്ച് ആഡ് ചെയ്യും. ബൗള് വന്നിട്ട് വലുതാണ്, കുറച്ച് കൂടുതൽ വേണ്ടി വരും. ഇവിടെ വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, ഇടയ്ക്കൊക്കെ ലക്ഷറി ആവശ്യമാണ്. പക്ഷെ അത് എപ്പോഴും ആവരുത്, താങ്ങില്ല എന്ന് മാത്രം. ഓക്കെ ഓക്കെ അടി. നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ എന്തോ. കുറേ പേരുള്ളതുകൊണ്ട് അങ്ങനെ എടുക്കരുതെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ബിസ്ക്കറ്റ് കഴിക്കുന്നോ?
ചായ നല്ല മസാല ടീ ആണ് കേട്ടോ അല്ലേ? ഭയങ്കര ഒരു ഗ്രാമ്പൂൻ്റെ മണം വരുന്നു. പൊതുവെ എനിക്ക് മസാല ടീ ഇഷ്ടമല്ല, പക്ഷേ ഈ ചായ എത്ര വേണമെങ്കിലും കുടിക്കാൻ കഴിയും. അതിപ്പോൾ വീഴും ഇല്ല, നല്ല കട്ടി ചായയാണല്ലേ? അപ്പോൾ ശരിക്കും 2 ഗ്ലാസ്സാണ് ചായ. ഇതൊക്കെ ഇതിൽ ബാക്കിയുള്ളത് ആദ്യം നിങ്ങളുടെ കുടിക്കിട്ടാണ്. ഗൈസ് നമ്മുടെ ടേബിൾ നമ്പർ നോക്കൂ 6 7. അപ്പം നമ്മുടെ ചായ കൂടി കഴിഞ്ഞു കേട്ടോ. പറഞ്ഞ പോലെ തന്നെയാണ് ചായ 500 രൂപയായിരുന്നു കേട്ടോ. 50 ചായ കുടിക്കാം. ഇനിയിപ്പോൾ ഡിന്നർ നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിള്ളേർ ഇവിടെ മതി എന്ന് പറയുന്നത്. ഞാൻ വിളിച്ചിട്ട് പോകുന്നു നോക്കാം അല്ലേ? 3000 രൂപയാണോ ബഫറ്റ് വന്നിട്ട് ഒരാൾക്ക് 3000 സംതിങ് ആണ് കേട്ടോ. സോ എക്സ്പെൻസീവ് ഗൈസ്. പുറത്ത് കഴിക്കുമ്പോൾ 800 700 800 ആണ് രൂപ അല്ലേ? അപ്പോൾ എന്തായാലും വേണ്ട, കാരണം ഈ പിള്ളേരൊന്നും അങ്ങനെ വാരി വെച്ച് കഴിക്കില്ല. ഡിന്നർ ആരും അങ്ങനെ നന്നായി കഴിക്കുന്നില്ല, ലൈറ്റായിട്ടേ കഴിക്കുള്ളൂ. പിന്നെ എന്തായാലും പുറത്ത് പോകണം. നമ്മൾക്ക് ഇവിടെ അടുത്ത് ഫിനിക്സ് മാൾ ഉണ്ട് കേട്ടോ, ഫിനിക്സ് മാർക്കറ്റിൽ. അപ്പോൾ അവിടെ പോയിട്ട് ജസ്റ്റ് ലൈറ്റായിട്ട് കഴിച്ചിട്ട് വരാൻ വിചാരിക്കുന്നുണ്ട്. ഗൈസ് അമ്മ പണിങ്ങി നിൽക്കണതാ. ഞാൻ പണിങ്ങി നോക്കുന്നു. അതായത് നമ്മൾ കുറേ വീഡിയോ എടുത്തു കേട്ടോ. ഒരു വീഡിയോ സൗണ്ട് ഇല്ല, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വല്ലാണ്ട് അങ്ങ് കൂടി. ബാക്ക്ഗ്രൗണ്ട് നോയ്സേ ഉള്ളൂ, എൻ്റെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല. പക്ഷെ ഞാൻ അത് പറഞ്ഞപ്പോൾ ഏട്ടനോട് വഴക്കിട്ട് നിൽക്കും. മൈക്ക് എടുക്കാറിലുണ്ട്, പക്ഷെ മൈക്ക് എടുത്തില്ല. ഞാൻ ഇനിയിപ്പോൾ ആ വീഡിയോസ് എന്ത് ചെയ്യുന്നില്ല, അതിന് കുത്തിരുന്ന് വോയിസ് ഓവർ കൊടുക്കണമല്ലോ എന്ന് ആലോചിച്ച് ഞാൻ സത്യം പറഞ്ഞ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. മനസ്സിലാ ഇനിയെങ്കിലും ആദ്യം വീഡിയോ എടുക്കുമ്പോൾ ആ മൈക്കൊന്നും എടുക്കാൻ ഓർമ്മിക്കും. നമ്മൾ ചായ കൂടി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് കറങ്ങാൻ അറിയാം കേട്ടോ. പിന്നെ അതേ നല്ല ചൂട് പുറത്തിറങ്ങിയിട്ട്. Look at the place, guys. Hi guys. Hello guys. What? ബോഗൻവില്ല കട്ട് ചെയ്തിരിക്കണം നോക്ക്. നൈറ്റ് വ്യൂ ഉണ്ടോ ഗൈസ്? അടിപൊളിയായിട്ടുണ്ട് അല്ലേ? ആഹാ, ഭയങ്കര ഒരു ഗോൾഡൻ കളറിലല്ലേ? റിച്ച് എലഗന്റ് ലുക്കാണ്. അതെ. അപ്പോൾ നമ്മളിതേ ഫുഡൊക്കെ കഴിച്ച് വന്നു കേട്ടോ. നല്ല ഇവിടെ എപ്പോഴും തിരക്കിൻ്റെയാണ് തോന്നുന്നു. നമ്മൾ ഇനിയിപ്പോൾ കാറ് പാർക്ക് ചെയ്യണം. നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൂടെ